നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ഡയലോഗുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അമ്മമാരെ തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് തന്നെ എനിക്ക് വേണം. ഞാൻ ഇന്ന് ഗാർഡനിലേക്ക് ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോഴാട്ടോ എല്ലാ റോസ് ചെടിയിലും ഒരുപോലെ ഈ പോലത്തെ എന്തോ ഒരു പ്രാണി, എന്താണെന്നറിയില്ല, ഒരു ടൈപ്പ് കീടം. അത് ആദ്യം ശരിക്കും നോക്കിയപ്പോൾ മനസ്സിലായില്ല. ഞാനത് നല്ലോണം സൂം ചെയ്ത് നോക്കിയപ്പോഴാട്ടോ പല ടൈപ്പ് പ്രാണികൾ എല്ലാ ചെടിയിലും ഉണ്ട്. എല്ലാ കളറും റോസിലുണ്ട്. വേറെ ഏത് ചെടിയിലും ഇല്ല, റോസിൽ മാത്രം. അതിൻ്റെ തണ്ടിലും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു മുട്ടിലും എല്ലാം മൊത്തം ചെടി ആകെ നശിപ്പിച്ച് വെച്ചേക്കാം. എനിക്കറിയില്ല ഇതെന്താ ഇങ്ങനെയെന്ന്. കാരണം ഞാൻ ഡെയിലി ചെടീനെ വന്ന് നോക്കി പോണതാ. പക്ഷെ ഇത്ര കുഞ്ഞ് ഐറ്റം ആയതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാ ചെടീൻ്റെ മുട്ടിലും ഉണ്ട് കേട്ടോ. ഇതെന്താ ചെയ്യാന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. ഇതെന്താണ് ഇത്? സാധാരണ എല്ലാ ചെടികൾക്കും ഓരോ രോഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ടൈപ്പ് മരുന്ന് യൂസ് ചെയ്താലാണ് ഇതിൻ്റെ ഈ ബുദ്ധിമുട്ട് മാറിക്കിട്ടുക? ഇനിയിപ്പോൾ ഞാനിതെല്ലാം വെട്ടിക്കളയാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വെട്ടിക്കളഞ്ഞാൽ ഇത് വീണ്ടും വന്നാലോ എന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ചെടികൾക്ക് സ്പ്രെഡ് ആവുമെന്ന് പേടിച്ചിട്ട് മനസ്സുകൊണ്ട് തീരെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ വേറെ വഴിയില്ലാത്തതിനെ കൊണ്ട് ഞാൻ എല്ലാം വെട്ടിക്കളയാണ്. ആ ചെടി ഞാൻ വെട്ടണ്ടെന്ന് സാധാരണ ഞാൻ പൂ കൊഴിഞ്ഞാലും വല്ലാണ്ട് താഴ്ത്തി വെട്ടലില്ല. പക്ഷെ ഇതിൻ്റെ തണ്ടിൽ വരെ ഇക്കൊലത്തിൽ ഇത് ആകെ നശിച്ച് കിടക്കണോണ്ട് ഞാനത് മൊത്തം വെട്ടിക്കളയാന്ന് വിചാരിച്ചു. പുതിയതായിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇനി ഇതുപോലെ വരികയാണെങ്കിലും ഇനി ഇതുപോലെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് അതിനുള്ള മരുന്നുകളും കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു അസുഖം ഇതിനു മുന്നേ വന്നതായിട്ട് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻ്റായിട്ട് പറഞ്ഞു തരണേ. കാരണം അതിന് എന്ത് മരുന്നാണ് നിങ്ങൾ യൂസ് ചെയ്തത്, എന്ത് യൂസ് ചെയ്തപ്പോഴാണ് ഇത് മാറി കിട്ടിയതെന്നൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിട്ടുണ്ടാവും. കാരണം നമുക്ക് ഏതെങ്കിലുമൊക്കെ മരുന്ന് ഉപയോഗിക്കണേക്കാളും ഇതിൻ്റെ മരുന്ന് ഇതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വേറെ നഴ്സറിയിലും കാര്യങ്ങളൊക്കെ പോയി ചോദിച്ചാൽ ഇതിന് അടിക്കാനുള്ള മരുന്നൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഇത് എന്താ പറയുക, ശരിക്കും അനുഭവിച്ച ആൾക്കാർ അവരെന്താണ് ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചാൽ തന്നെ മതിയാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാനത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുക. ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. ഡെയിലി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ചെടികൾ എങ്ങനെ നോക്കി കൊണ്ട് നടക്കുക എന്നുള്ളത്. നമ്മൾ ഉള്ള സ്ഥലത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ചാനലിൽ നമ്മൾ പങ്കുവെക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ ചെടികളെക്കുറിച്ചൊക്കെ അറിവുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ.